Welcome to Men4 Tech, your portal to the future. And don't forget, we're always here, ready to guide you. Make sure to subscribe, like, and share our content. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മൊത്തം ഡിവൈസിനെയാണ് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ അഥവാ സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ അഥവാ സിസ്റ്റം? ഒരുപാട് ഡിവൈസുകൾ കൂടിച്ചേർന്നാണ് ഈ ഒരു യൂണിറ്റ്. അതുകൊണ്ടാണ് ഇതിനെ സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്കറിയാം, കമ്പ്യൂട്ടറിലേക്ക് നമ്മളൊരു ഡാറ്റ ഇൻപുട്ട് കൊടുക്കുന്നു. അതിനെ പ്രോസസ്സ് ചെയ്ത് നമുക്കൊരു ഔട്ട്പുട്ട് തരുന്ന കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ഈ ഡിവൈസാണ്. ഇതിനെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അഥവാ CPU എന്ന് പറയും. ഇത് ഡെല്ലിൻ്റെ ഒരു ബ്രാൻഡഡ് ഡെസ്ക്ടോപ്പാണ്. ഇതിൻ്റെ മോഡൽ നമ്പർ ഒപ്റ്റിപ്ലക്സ് 7040 ആണ്. ഇനി നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ടായി കമാൻഡുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഡിവൈസാണിത്. ഇതിനെ കീബോർഡ് എന്നാണ് പറയുന്നത്. എന്താണ് കീബോർഡ്? ഇതാണ് മൗസ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിലെ ഒരു ഫയല് നമുക്ക് സെലക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യാനും ഡ്രാഗ് ചെയ്യാനും ക്ലിക്ക് ചെയ്യാനും എല്ലാം ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഡിവൈസാണ്. ഇതിന് മൗസ് എന്നാണ് പറയുന്നത്. കമ്പ്യൂട്ടറിലെ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കുവാൻ സഹായിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ് ഈ സ്പീക്കേഴ്സ്. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത് എന്ന് നോക്കാം. കമ്പ്യൂട്ടറിലേക്ക് പവർ ഓൺ ആക്കി കഴിഞ്ഞാൽ മോണിറ്ററിൽ പവർ വന്നു, പക്ഷേ CPU പവർ വന്നിട്ടില്ല. ഈ CPUവിൻ്റെ പവർ ബട്ടൺ ഇതാണ്. ഇതാണ് ഈ കമ്പ്യൂട്ടർ ഓണാക്കാൻ ഉപയോഗിക്കുന്ന സ്വിച്ച്. ഇതാണ് ഈ കമ്പ്യൂട്ടർ ഓണാക്കാൻ ഉപയോഗിക്കുന്ന പവർ ബട്ടൺ ആണിത്. ഇത് പവർ ബട്ടൺ. ഇത് ഹെഡ്സെറ്റ് കുത്താൻ ഉപയോഗിക്കുന്ന ഓഡിയോ ജാക്ക്, ഓഡിയോ സോക്കറ്റ്. ഇത് യൂണിവേഴ്സൽ സീരിയൽ ബസ് അഥവാ USB പോർട്ടാണ്. ഇവിടെയാണ് നമ്മൾ പെൻഡ്രൈവ് എല്ലാം കുത്താൻ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് കമ്പ്യൂട്ടർ ഓൺ ആക്കാനായിട്ട് ഈ ബട്ടണിൽ ജസ്റ്റ് പ്രസ് ചെയ്യുക. കമ്പ്യൂട്ടർ ഓൺ ആവുകയാണ്. കമ്പ്യൂട്ടർ ഓണായി വന്നിരിക്കുകയാണ്. ഇത് CD ഡ്രൈവ് ആണ്. ഇതിലാണ് നമുക്ക് CD ഇടാൻ ഉപയോഗിക്കുന്നത്. ഇത് CD ഡ്രൈവ് ആണ്. ഇത് ലോഗിൻ സ്ക്രീനാണ്. നമുക്കിതിലേക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യാനായിട്ട് കമ്പ്യൂട്ടറിൻ്റെ പാസ്വേഡ് ഉണ്ടെങ്കിൽ പാസ്വേഡ് അടിച്ചു കൊടുക്കണം. ഞാനിവിടെ എൻ്റെ പാസ്വേഡ് അടിച്ചു കൊടുക്കുകയാണ്. എന്താ നമ്മുടെ കമ്പ്യൂട്ടർ ലോഗിൻ വരികയാണ്. ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടർ ഓണായി വരുന്ന സ്ക്രീൻ. ഇനി കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. ഈ ബട്ടൺ കണ്ടല്ലോ, ഈ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വിട്ടാൽ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആയി. വളരെ ഈസി ആയിട്ട് തന്നെ കമ്പ്യൂട്ടർ ഇങ്ങനെ നമുക്ക് ഷട്ട് ഡൗൺ ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഒരു സിംഗിൾ പ്രസ്സിൽ മാത്രമേ നമുക്ക് സിസ്റ്റം ഇങ്ങനെ ഷട്ട് ഡൗൺ ചെയ്യാൻ പാടുള്ളൂ. ക്ലിയർ ആണല്ലോ? ഈ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്താൽ കമ്പ്യൂട്ടർ ഓൺ ആവും. ഒന്നോടെ ജസ്റ്റ് സിംഗിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം ഓഫ് ആവും. കമ്പ്യൂട്ടർ ഓണായി വരുമ്പോൾ കാണുന്ന ഈ സ്ക്രീനിന് പറയുന്ന പേരാണ് ഡെസ്ക്ടോപ്പ്.
എന്താണ് ഡെസ്ക് ടോപ്പ്? നമുക്ക് ഇരുന്ന് ജോലി ചെയ്യുവാൻ ആവശ്യമായ പേപ്പർ, പേന, പെൻസിൽ, സ്കെയിൽ, റബ്ബർ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഒരു മേശയുടെ അല്ലെങ്കിൽ ഒരു ഡെസ്കിൻ്റെ മുകൾ വശത്ത് വെച്ച് നമുക്ക് ആവശ്യമായവ മാത്രം എടുത്താണ് നമ്മൾ ജോലി ചെയ്യുന്നത്. ഇതുപോലെ ആ ഡെസ്കിൻ്റെ മുകൾ വശത്തെ അതേ ഫങ്ഷൻ തന്നെയാണ് കമ്പ്യൂട്ടറിലും ഈ ഡെസ്ക് ടോപ്പിനുള്ളത്. നമ്മുടെ കമ്പ്യൂട്ടറിൽ നമുക്ക് ജോലി ചെയ്യുവാൻ ആവശ്യമായ സോഫ്റ്റ്വെയർ പ്രോഗ്രാമുകളുടെയൊക്കെ ഐക്കൺസും മറ്റ് കാര്യങ്ങളുമൊക്കെ എവിടെയാണ് കിടക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയുവാൻ സാധിക്കും, അത് കമ്പ്യൂട്ടറിൻ്റെ ഡെസ്ക് ടോപ്പിലാണ് കിടക്കുന്നത്. ഡെസ്ക് ടോപ്പ് ക്ലിയർ ആയല്ലോ. ഇനി ഈ ഡെസ്ക് ടോപ്പ് സ്ക്രീനിൽ ഏറ്റവും താഴത്തായിട്ട് ഇങ്ങനെ ഒരു ബാറ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഏറ്റവും താഴത്തായിട്ട് ഇങ്ങനെ നീളത്തിലൊരു ബാറ് കാണുവാൻ സാധിക്കും. ഈ ബാറിനെ പറയുന്നത് ടാസ്ക് ബാർ എന്നാണ് പറയുന്നത്. എന്താണ് ടാസ്ക് ബാർ? നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാംസിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഈ ടാസ്ക് ബാറിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ വേഡ് ഓപ്പൺ ചെയ്യുകയാണ്. ഇത്ര നേരം വേഡ് ടാസ്ക് ബാറില്ല, ഇനി ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ വേഡിൻ്റെ പ്രോഗ്രാമും ടാസ്ക് ബാറിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ വേഡ് ഫയലിൻ്റെ മുകളിലായിട്ട് ഏറ്റവും മുകളിൽ വലതുവശത്തായിട്ട് ഒരു 3 ബട്ടൺസ് നമുക്ക് കാണുവാൻ സാധിക്കും. എല്ലാ പ്രോഗ്രാമുകൾക്കും ഇതുപോലെ ഏറ്റവും മുകളിലായിട്ട് 3 ബട്ടൺസ് കാണാൻ സാധിക്കും. മൈനസ് ചിഹ്നത്തിലുള്ളത് മിനിമൈസ് ബട്ടണാണ്. ഇതിൽ മൗസ് കൊണ്ടുപോയി വെച്ച് ലെഫ്റ്റ് ബട്ടണിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ അത് നേരെ ആ സോഫ്റ്റ്വെയർ താഴത്തേക്ക് മിനിമൈസ് ആവും. ഇത് മിനിമൈസ് ആയാലും ഓപ്പൺ ചെയ്ത് മുകളിലേക്ക് ഇട്ടാലും ഇത് ടാസ്ക് ബാറിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന സോഫ്റ്റ്വെയറുകളെല്ലാം കാണുവാൻ സാധിക്കും. മുകളിലേക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് അതേ വേഡിൻ്റെ ആ ഐക്കണിൽ ഒരു പ്രാവശ്യം കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് വീണ്ടും ഓപ്പണായി വരും. ഈ മിനിമൈസ് ബട്ടൻ്റെ തൊട്ടിപ്പുറത്തായിട്ടൊരു ബട്ടൺ കാണാം, ഒരു 2 സ്ക്വയർ പോലത്തെ. ഇതിനെ മാക്സിമൈസ് ബട്ടൺ എന്ന് പറഞ്ഞാൽ. ഇപ്പം ചെറിയൊരു വിൻഡോ ഇടത്തരത്തിലുള്ളൊരു സ്ക്രീനിലേക്കാണ് വന്നേക്കുന്നത്. ഇതിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ ആ സ്ക്രീൻ നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീൻ ഫുള്ളായിട്ട് കാണാൻ സാധിക്കും. ഇതിനെയാണ് മാക്സിമൈസ് ബട്ടൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ സോഫ്റ്റ്വെയർ പ്രോഗ്രാം ക്ലോസ് ചെയ്യുക. ഒരു ഇൻഡു കാണാം റെഡ് കളറിലുള്ള. ഇതിൽ ഈ ബട്ടൺ പറയുന്ന പേരാണ് ക്ലോസ് ബട്ടൺ. പ്രോഗ്രാമിന് 3 പ്രധാന ബട്ടണുകളാണുള്ളത്. ഒന്ന് മിനിമൈസ് ബട്ടൺ, സോഫ്റ്റ്വെയർ മിനിമൈസ് ചെയ്തിടാനായിട്ടുള്ള. പിന്നെ മാക്സിമൈസ് ബട്ടൺ, പ്രോഗ്രാമിനെ മാക്സിമം സൈസിലേക്ക് എത്തിക്കാനുള്ള ബട്ടനാണ് മാക്സിമൈസ് ബട്ടൺ. പിന്നീടുള്ള ക്ലോസ് ബട്ടൺ, പ്രോഗ്രാം ക്ലോസ് ചെയ്യാനുള്ള ബട്ടൺ. അത് ക്ലിക്ക് ചെയ്താൽ ആ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആ പ്രോഗ്രാം ക്ലോസ് ആയി പോകും. ഇനി വീണ്ടും നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് ഡെസ്ക്ടോപ്പിലുള്ള ഈ ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ടാസ്ക് ബാറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ, അതായത് ഇടതുവശത്ത് അങ്ങേയറ്റത്തായിട്ട് കാണുന്ന ഈ ബട്ടൺ പറയുന്ന പേരാണ് സ്റ്റാർട്ട് ബട്ടൺ. ഈ സ്റ്റാർട്ട് ബട്ടണിൽ മൗസിൻ്റെ കഴ്സർ, ഈ ആരോ പോലെ ഇരിക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഇതിന് പറയുന്നത് മൗസിൻ്റെ കഴ്സർ എന്നാണ് പറയുന്നത്. കഴ്സർ, അതായത് നമ്മളിങ്ങനെ മൗസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ ഈ ഓടി നടക്കുന്ന ഈ ആരോ ഉണ്ടല്ലോ, ഈ ആരോയ്ക്ക് പറയുന്ന പേരാണ് കഴ്സർ. ഈ കഴ്സർ ഈ സ്റ്റാർട്ടിൽ കൊണ്ടുപോയി വെച്ച് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ഒരു പ്രാവശ്യം പ്രസ് ചെയ്താൽ ഒരു മെനു ഓപ്പൺ ആവും. ഈ മെനുവിന് പറയുന്ന പേരാണ് സ്റ്റാർട്ട് മെനു. ഈ സ്റ്റാർട്ട് മെനുവിൽ ഓൾ എന്നൊരു ബട്ടൺ കാണാം. ഈ ഓൾ എന്ന ബട്ടണിലാണ് ഓൾ പ്രോഗ്രാംസ്, ഈ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ആയിട്ടുള്ള എല്ലാ പ്രോഗ്രാമുകളും നമുക്ക് ഈ ഓൾ എന്ന ബട്ടണിലാണ്
കിട്ടുന്നത്, അല്ലെങ്കിൽ ഈ ഓൾ എന്ന ഈ ടാബിലാണ് കിട്ടുന്നത്. ഇതിലേക്ക് ഇതിൽ മൗസിൻ്റെ നടുക്കായിട്ട് കാണുന്ന വീല് ഒന്ന് സ്ക്രോൾ ചെയ്താൽ നമുക്ക് ഈ എല്ലാ പ്രോഗ്രാമുകളും നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്ത് കാണുവാൻ സാധിക്കും. അവിടെ ഒരു ബാർ കണ്ട. ഇതുപോലെ ഈ പ്രോഗ്രാംസിനെ എല്ലാം നമുക്കിങ്ങനെ മുകളിലേക്കും താഴത്തേക്കും പൊക്കിക്കൊണ്ട് താഴ്ത്തിക്കൊണ്ടും പോകാനുള്ള ഈ ബാറിന് പറയുന്ന പേരാണ് എന്താണ്? സ്ക്രോൾ ബാർ. ഏതൊരു വിൻഡോയുടെയും റൈറ്റ് സൈഡിലും താഴത്തുമായിട്ട് സ്ക്രോൾ ബാറുകൾ കാണുവാൻ സാധിക്കും. ഇപ്പോൾ ഞാനൊരു കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ളൊരു പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതിൻ്റെ ഇവിടെ സ്ക്രോൾ ബാറുണ്ട് റൈറ്റ് സൈഡിൽ. ഇനി ഈ സ്ക്രീൻ ഫുള്ളാക്കി കഴിഞ്ഞാൽ താഴത്ത് ഇതുപോലെ സ്ക്രോൾ ബാർ ഉണ്ട്. ഇതിൽ ജസ്റ്റ് ഒന്ന് മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മൗസിൻ്റെ വീലൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിച്ചാൽ ഈ സ്ക്രോൾ ബാർ തിരിയുന്നതാണ്. അല്ലെങ്കിൽ ഈ സ്ക്രോൾ ബട്ടൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു ആരോ കാണാം. ഇപ്പം ഇങ്ങോട്ട് നീക്കാനാണെങ്കിൽ അവിടെ മൗസിൻ്റെ കഴ്സർ കൊണ്ടുപോയി വയ്ക്കുക. ജസ്റ്റ് ഓരോ പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. ഇവിടെയും ക്ലിക്ക് ചെയ്താൽ അതിങ്ങനെ ഓരോ ക്ലിക്കിലും നീങ്ങുന്നതാണ്. കമ്പ്യൂട്ടറിൻ്റെ ഡെസ്ക് ടോപ്പിൽ താഴത്തായിട്ട് കാണുന്ന ടാസ്ക് ബാറിൻ്റെ റൈറ്റ് സൈഡ് കോർണറിലായിട്ട് നമുക്കിങ്ങനെ ടൈം, ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങളുള്ള ഒരു ബാർ കാണാൻ സാധിക്കും. സ്പീക്കറിൻ്റെ വോളിയം കൂട്ടാനും കുറയ്ക്കാനും പിന്നെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇങ്ങനെയുള്ള ഒരു ടാബ് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിന് പറയുന്ന പേരാണ് സിസ്റ്റം ട്രേ. എന്താണ്? സിസ്റ്റം ട്രേ എന്നാണ് പറയുന്നത്. ഇൻ്റർനെറ്റ്, വൈഫൈ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരുന്നത് സിസ്റ്റം ട്രേയിലാണ്. ഒരു പെൻഡ്രൈവ് ആണ്. ഞാൻ ഈ പെൻഡ്രൈവ് ഈ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ്. കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. പെൻഡ്രൈവ് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. USB ഡിവൈസുകൾ എന്ത് കണക്ട് ചെയ്താലും നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പെൻഡ്രൈവ്, എക്സ്റ്റേണൽ ഹാർഡ് ഡ്രൈവ് തുടങ്ങിയ മാസ് സ്റ്റോറേജുകൾ കമ്പ്യൂട്ടറിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യാനായിട്ട് സിസ്റ്റം ട്രേ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഈ പെൻഡ്രൈവിൻ്റെ എക്സിറ്റ് ഡാറ്റ ട്രാവലർ, ഈ ഒരു മെസ്സേജ് വന്നതിന് ശേഷം മാത്രം ഹാർഡ്വെയർ കമ്പ്യൂട്ടറിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യുക. ഞാനിവിടെ ഒരു എക്സൽ ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാനിതിലിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 മിനിറ്റത്തേക്ക് ഇവിടെ നിന്നും എണീറ്റ് മാറണം വർക്കിൽ നിന്ന്. ഞാൻ പോകുന്ന സമയത്ത് ആരും എൻ്റെ ഈ ഫയലിൽ കയറി പണിയാതിരിക്കാനായിട്ട് നമുക്കിത് ലോക്ക് ചെയ്യാൻ പറ്റും. അതിനായിട്ട് സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സ്റ്റാർട്ട് മെനു വരും. ഈ സ്റ്റാർട്ട് മെനുവിൽ ഇവിടെ ഒരു പവർ എന്നൊരു ബട്ടൺ കാണാം. അതിൽ ഏറ്റവും മുകളിലായിട്ട് ലോക്ക് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ സിസ്റ്റം ലോക്കായി. ഇത് നമുക്ക് ആരെങ്കിലും ടൈപ്പ് ചെയ്താലും പാസ്വേഡ് ചോദിക്കും. ഈ പാസ്വേഡ് അടിച്ചാൽ മാത്രമേ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഞാൻ 2 മിനിറ്റ് കഴിഞ്ഞ് വന്നു. അതിനുശേഷം ഞാൻ എൻ്റെ പാസ്വേഡ് അടിച്ചു ലോഗിൻ ചെയ്തു. അപ്പോൾ ഫയലൊക്കെ അതുപോലെ തന്നെ ഒരു കംപ്ലൈൻറ്റും കൂടാതെ കിടപ്പുണ്ട്. സിസ്റ്റം ലോക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത ബട്ടൺ നോക്കാം. വീണ്ടും സ്റ്റാർട്ട് മെനു എടുത്തു. ഇത് പവർ ബട്ടൺ ക്ലിക്ക് ചെയ്തു. സ്ലീപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സ്ലീപ്പ് എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ സിസ്റ്റം മൊത്തത്തിൽ ഓഫായ പോലെ സ്ലീപ്പ് മോഡിലേക്ക് പോകും. നമുക്ക് തിരിച്ചു വരാനായിട്ട് കീബോർഡിൽ എൻ്റർ കീ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. സിസ്റ്റം പഴയ രീതിയിലേക്ക് തന്നെ വീണ്ടും വരും. നമുക്ക് എന്നിട്ട് പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്താൽ മതി. ഇതാണ് സ്ലീപ്പ് മോഡ്. അടുത്തത് സ്റ്റാർട്ട് മെനു എടുക്കുക. പവർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഷട്ട് ഡൗൺ ഉണ്ട്, റീസ്റ്റാർട്ട് ഉണ്ട്. നമുക്കിനി റീസ്റ്റാർട്ട് എന്നാന്ന് നോക്കാം. റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ കുറേ നേരം വർക്ക് ചെയ്ത് കുറേ മെമ്മറി ലാഗ് പോലെ ആയി തുടങ്ങി. അപ്പോൾ കമ്പ്യൂട്ടർ ഒന്ന് ഫ്രഷ് ആക്കാനായിട്ട് നമുക്ക് ഈ റീസ്റ്റാർട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ടായി വരും. അപ്പോൾ മെമ്മറി എല്ലാം ഫ്രീ ആയി വീണ്ടും സിസ്റ്റത്തിൻ്റെ പഴയ പെർഫോമൻസ്
നമുക്ക് ലഭിക്കുന്നതാണ്. വീണ്ടും സിസ്റ്റം ഓണായി വരും. പിന്നെ നമ്മൾ ഓണാക്കേണ്ട കാര്യമില്ല. റീസ്റ്റാർട്ട് കൊടുക്കുമ്പോൾ കമ്പ്യൂട്ടർ ഒന്ന് ഓഫായിട്ട് ഓണായി വരും. ഇതാണ് റീസ്റ്റാർട്ട് എന്ന ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിസ്റ്റം വീണ്ടും ലോഗിൻ ആവുകയാണ്. ഇനി നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു. നമുക്ക് കമ്പ്യൂട്ടർ ഓഫ് ചെയ്യണം. കമ്പ്യൂട്ടർ ഓഫ് ചെയ്യാനായിട്ട് നമ്മൾ ഒരിക്കലും പ്ലഗ് പവറിൽ നിന്ന് അൺപ്ലഗ് ചെയ്യരുത്. ആദ്യം ചെയ്യേണ്ടത് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറെ ഷട്ട് ഡൗൺ ചെയ്യണം. കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാറ്റ ലോസായി പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ പാർട്ടുകൾക്കെല്ലാം ഡാമേജ് സംഭവിക്കും. അതുകൊണ്ട് കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ പവർ ബട്ടൺ കാണാം. ഇതിൽ ഷട്ട് ഡൗൺ എന്നൊരു ഓപ്ഷൻ കാണാം. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിനാൽ തന്നെ ഷട്ട് ഡൗൺ ആകും. അങ്ങനെ ഷട്ട് ഡൗൺ ആയി എൻ്റെ ലൈറ്റ് CPU ലൈറ്റ് കെട്ട് കഴിയുമ്പോൾ അതിനുശേഷം മാത്രം പവർ ഡിസ്കണക്ട് ചെയ്യുക. അപ്പോൾ കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള സെക്കൻഡ് ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കമ്പ്യൂട്ടറിനെ കുറിച്ച് ഒന്നും അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.